കൊല്ലപ്പെട്ട സ്ത്രീയുടെ അസ്ഥിയിൽ കാണുന്ന സർജറിയുടെ പാട് അതേപടി ഈ എക്സ്റേയിലുണ്ട്. എക്സലന്റ്. ആരുടെ എക്സ്റേ ഇത്? രജനി എസ് നായർ, മംഗലത്ത് വീട്, ഐരാപുരം. വീട് ഇത് തന്നെയാ. പക്ഷേ രജനിക്ക് അച്ഛനമ്മയില്ല. ഞാൻ അവളുടെ ഒരു അമ്മായിയാ. അച്ഛനും അമ്മയും ഒരു കാർ അപകടത്തിൽ മരിച്ചുപോയി. അന്ന് അവള് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. രജനിക്ക് ജോലിയുണ്ടോ? ഉണ്ട്. ഈസ്റ്റ് ലൈൻ കമ്പനിയുടെ ഓഫീസില്. എന്ത് ജോലി? പ്രൈവറ്റ് സെക്രട്ടറി. രജനി എന്നാ ഇവിടുന്ന് പോയേ? 12-ാം തീയതി ബുധനാഴ്ച. ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ എന്താ അന്വേഷിക്കാത്തത്? കമ്പനിയുടെ ആവശ്യത്തിന് അവൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകാറുണ്ട്. മദ്രാസിലും മറ്റും പോയാ ചിലപ്പോ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞു വരും. രജനി ആളെങ്ങനെ? അച്ഛനും അമ്മയും മരിച്ച പിന്നെ അവൾ ആകെ മാറിപ്പോയി. എന്നാലും എന്നോട് വലിയ സ്നേഹമായിരുന്നു. ആ കുട്ടിയുടെ ഒരു ഫോട്ടോ ഉണ്ടാവോ? തരാം. എന്താ സാറേ, അവള് വല്ല കുഴപ്പമുണ്ടാക്കിയോ? കുഴപ്പമുണ്ടാക്കിയത് അവരല്ല, വേറെ ആരോ. നിങ്ങൾ അപ്സെറ്റ് ആവരുത്. കഴിഞ്ഞ ശനിയാഴ്ച രജനി ആരോ കൊലപ്പെടുത്തി. ശരിയാ, ഈ കുട്ടിയെ തന്നെ ഞാനന്ന് കണ്ടേ. ഒരു കമ്പനിയിലെ പ്രൈവറ്റ് സെക്രട്ടറിയെ കല്യാണം കഴിക്കാനൊന്നും അച്ഛൻ സമ്മതിക്കില്ല. പോരാത്തന്നെ താഴ്ന്ന ജാതിക്കാരിയും. അതുകൊണ്ടാവും ഏട്ടൻ എല്ലാം രഹസ്യമാക്കി വെച്ചേ. അച്ഛൻ അറിയാതെ ഏട്ടനെ കാണാൻ ചെന്നതാവും രജനി. തെളിവ് നശിപ്പിക്കാനായിരിക്കും അവളെയും കൊന്നത്. പക്ഷേ എന്നെ അലട്ടുന്നൊരു പ്രശ്നമുണ്ട്. രജനി എന്തിനായിരിക്കും രാത്രി സമയത്ത് പ്രവീണിനെ കാണാൻ ബംഗ്ലാവിൽ ചെന്നത്? അത് മനസ്സിലാക്കാൻ കഴിഞ്ഞാലേ ഈ കേസിന്റെ കുരുക്കഴിക്കാൻ പറ്റൂ. ഏതായാലും കൊല നടന്ന മുറി ഞാൻ ഒന്നുകൂടി പരിശോധിക്കാൻ പോവാ. കഴിഞ്ഞ തവണത്തെ പരിശോധനയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. എന്താണ് സാർ? കൊല ചെയ്ത ആളുടെ കാലടിപ്പാടുകൾ ഇവിടെ എല്ലാം പതിഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് എങ്ങോട്ടാ പോയോ നോക്കി. ദാ ഇതുവഴി തിരിഞ്ഞ് പിൻഭാഗത്തുള്ള തോട്ടത്തിലേക്ക്. രക്ഷപ്പെടാൻ വേണ്ടിയല്ല അയാൾ പിൻഭാഗത്തേക്ക് പോയത്. കാരണം പിന്നീട് ആ കാലടികൾ തിരികെ വന്നിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനാവും അയാൾ പുറത്തേക്ക് പോയത്? അതാണ് നമ്മൾ വിട്ടുകളഞ്ഞത്. ഒരുപക്ഷെ ബോഡി കത്തിക്കാനുള്ള സ്ഥലം തിരഞ്ഞതാവോ? ഒരിക്കലുമല്ല. കാരണം രഹസ്യമായി കത്തിക്കാനായിരുന്നു ഉദ്ദേശമെങ്കിൽ പിന്നീട് മുൻഭാഗത്തിട്ട് കത്തിക്കില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഒറ്റ സാധ്യതയുള്ളൂ. ആയുധം മറവ് ചെയ്യാനായിരിക്കണം അയാൾ പുറത്തേക്ക് പോയത്. ബോഡി കത്തിച്ചിട്ടും ആയുധം പ്രത്യേകം മറവ് ചെയ്യണമെങ്കിൽ അത് കത്തിക്കാൻ പറ്റാത്ത ആയുധമായിരിക്കണം. മിക്കവാറും ലോഹം കൊണ്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കത് എളുപ്പം കണ്ടെത്താനാവും. ശേഖർ. സർ, ഇരുമ്പുകൂടിയാണ് സാർ. ഇതിൽ രക്തം പറ്റിയിട്ടുണ്ട്. ഈ ഷർട്ടിൽ രക്തം പറ്റിയിട്ടുണ്ട് സാർ. അതിന്റെ കോളറിൽ അത് തയ്ച്ച തയ്യൽക്കടയുടെ പേരുണ്ടോ നോക്കി. ഉണ്ട് സാർ. ഇത് നിങ്ങൾ തയ്ച്ച ഷർട്ടല്ലേ? അതെ സാർ. ഈ ഷർട്ട് എപ്പോഴാ തയ്ച്ചേ? ഇതാണ് സാർ, വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന യൂണിഫോം ഷർട്ടാ. 4 ഒരുമിച്ചാ തയ്ച്ചിരിക്കുന്നത്. ഇത് തയ്ക്കാൻ കൊണ്ടുവന്ന ആളുടെ പേരും അഡ്രസ്സും എവിടെ എഴുതിയിരിക്കുന്നത്? ആദ്യത്തെ കോളത്തിലാണ് സാർ. രണ്ടുപേരും ആ സൈഡിൽ വെക്കോ. രണ്ടുപേരും അങ്ങോട്ടും. എന്തേ? പറയാം. എങ്ങോട്ടാ യാത്ര? അത് ഒരു ഫ്രണ്ടിനെ കാണാൻ. അതിന് ഇത്ര ഒരുക്കം വേണോ? ഇത് നിങ്ങളുടെ ഷർട്ടല്ലേ? അതെ. ഇതിലെങ്ങനെ പ്രവീണിന്റെ രക്തം തെറിച്ചത്? പ്രവീണിന്റെ രക്തോ? അതെ. DNA ടെസ്റ്റ് നടത്തി ഞങ്ങൾ അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സത്യം പറയേ, നിങ്ങളല്ലേ പ്രവീണിനെ കൊന്നത്? ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഓക്കെ. നിങ്ങളുടെ മൊഴി അനുസരിച്ച് സംഭവ ദിവസം രാത്രി നിങ്ങൾ 8 മണി മുതൽ 9 മണി വരെ അമൃത ബാറിലായിരുന്നു. നിങ്ങൾ കഴിച്ചത് ബ്രാൻഡി 2 ലാർജ്, ഒരു സോഡ, 4 പൊറോട്ട, ഒരു ചിക്കൻ കറി അല്ലേ? ഇത്രയും കഴിച്ചാൽ അമൃത ബാറിലെ ബില്ല് കൃത്യം 95 രൂപ 50 പൈസ വരും. അമൃത ബാറിലെ ബിൽ ബുക്ക് ആയത്. അന്ന് രാത്രി 8 മണിക്കും 9 മണിക്കും ഇടയ്ക്ക് 95 രൂപ 50 പൈസയുടെ ബില്ല് അവരാർക്കും കൊടുത്തിട്ടില്ല.
ബാറിൽ പോയി എന്ന് പറഞ്ഞത് നുണയല്ലേ? ക്യാച്ചും. ഏട്ടന്റെ കൊലപാതകയെ കണ്ടെത്തിയതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ആള് ഞാനാ. പക്ഷെ അത് കണ്ടെത്തിയത് വിവേകല്ലെന്നുള്ള ഒറ്റ വിഷമേ എനിക്കുള്ളൂ. വിവേകിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ എനിക്ക് വേണ്ട പ്രീതു, തന്നെ മോഹിക്കാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. എന്നാര് പറഞ്ഞു? എന്നാരും പറഞ്ഞതല്ല, അതാണ് സത്യം. നമ്മുടെ ഈ ബന്ധം കൊട്ടാരത്തിൽ ഒരാളും അംഗീകരിച്ചു തരില്ല. പിന്നെ ഒരേ ഒരു മാർഗം എല്ലാവരെയും എതിർത്ത് നമ്മൾ ഒന്നാവുക എന്നുള്ളതാ. പക്ഷേ അതെനിക്കോ പ്രീതിനോ ചെയ്യാൻ കൊള്ളാവുന്ന കാര്യമല്ല. എന്തിനാ ഇങ്ങനെ കാട് കയറി ചിന്തിക്കണേ? ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പിരിയേണ്ടി വരും, അതുറപ്പാ. എങ്കിൽ പിന്നെ നമ്മളായിട്ട് തന്നെ ഈ ബന്ധം അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്. ഇങ്ങനെ പറയാൻ വിവേകിന് എങ്ങനെ സാധിക്കണോ? ഒക്കെ അറിഞ്ഞോണ്ടല്ലേ നമ്മൾ അടുത്തത്. ഇതൊന്നും ഇപ്പൊ ഉണ്ടായ കാര്യങ്ങളല്ലല്ലോ. മേലിൽ എന്നോട് ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്. നിങ്ങൾ കരുതുന്ന പോലെ പോലീസിന്റെ തല്ല് പേടിച്ചിട്ടോ ശിക്ഷയോ ഭയന്നിട്ടോ അല്ല കൃഷ്ണപ്രസാദ് രക്ഷപ്പെട്ടത്. അവന്റെ മനസ്സ് നിറയെ പ്രതികാരമാ. അന്നവനെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അവനെ തന്തയില്ലാത്തവനെ എന്ന് വിളിച്ചവരെ കൊണ്ട് അവൻ തമ്പുരാനെന്ന് വിളിപ്പിക്കുമെന്ന്. ആ ഭീഷണിയുടെ അർത്ഥം എന്താണെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായി. തമ്പുരാന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായി അടുത്ത രാജാവാകുകയാണ് അവന്റെ ലക്ഷ്യം. പ്രവീണോ പ്രീതുവോ ജീവിച്ചിരുന്നാൽ അവന് രാജാവാകാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവൻ പ്രവീണിനെ കൊന്നത്. അതുകൊണ്ട് തന്നെ അവൻ പ്രീതുവിനെ കൊല്ലുകയും ചെയ്യും. പ്രവീണിനെ പോലെ പ്രീതുവും ഇല്ലാതായാൽ തമ്പുരാന്റെ ചോരയിൽ പിറന്ന ഒരേ ഒരു പിൻഗാമിയാകും കൃഷ്ണപ്രസാദ്. അതോടെ തമ്പുരാന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ മുഴുവൻ സ്വത്തുക്കളും നിയമാനുസൃതമായി കൃഷ്ണപ്രസാദിന്റേതാകും. അവൻ ജയിലിൽ കിടക്കുകയാണെങ്കിൽ പോലും പിന്നെ സ്വാഭാവികമായും അവനാണ് അടുത്ത തമ്പുരാൻ. ശിക്ഷ കഴിഞ്ഞു വന്നാൽ ഈ കാണുന്നതെല്ലാം അവന്റേതാകും.